അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു തആല സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ കൈകളിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും പടച്ച തമ്പുരാൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതിന് രണ്ട് തെളിവുകളാണ്, രണ്ട് കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഒന്ന് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നതിന് രണ്ട് അടയാളങ്ങളുണ്ട്. അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾ അല്ലാഹു തആല സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം എന്നിവരുടെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അല്ലാഹു തആല സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ഇന്ന സെർവൻറ്റിനെ ഇന്ന അടിമയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിബ്രീലെ, നീയും അവരെ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം. സുബ്ഹാനല്ലാഹ്. പടച്ച തമ്പുരാൻ തൗഫീഖിനെ നൽകുമാറാകട്ടെ. അല്ലാഹു തആല അങ്ങനെ പറയുന്ന എന്താല്ലേ, സന്തോഷായില്ലേ? അടുത്ത നോക്കാം. അപ്പോൾ അല്ലാഹു തആല എന്ത് പറയും ജിബ്രീൽ അലൈഹിസ്സലാമിനോട്? ഞാൻ ആ അടിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് ജിബ്രീലെ, നീയും ആ അടിമയെ വളരെയധികം സ്നേഹിക്കണം എന്ന്. പടച്ച തമ്പുരാനെ, എനിക്ക് എപ്പോഴൊക്കെ ഈ ഹദീസ് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇല്ലേ, എൻ്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന, ഡാൻസ് കളിക്കുന്ന പോലെ അത്രക്കും രോമാഞ്ചാണ്. പടച്ച തമ്പുരാൻ പറയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അല്ലാഹു തആല എത്ര കാരുണ്യവാനാണ്, നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് സമയം ഒന്ന് കേട്ടിരുന്നൂടെ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഹദീസുകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ വല്ലാത്തൊരു കുളിർമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാണ്, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ, വലിയ പണക്കാരന് പറയാണ്, നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളൊന്ന് കാണണമെന്ന് പറയാണ്, നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മളെ മനസ്സിനുള്ളിൽ? നമ്മളൊരു പാവപ്പെട്ടവർ, അവർ പറയാണ് നമ്മളൊന്ന് കാണണം, അവരുടെ വിരുന്നിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ മാനസികാവസ്ഥ എത്രത്തോളം ഹാപ്പി ആയിരിക്കും നമ്മൾ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളൊരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ MLA, മന്ത്രി, രാജാവ്, രാജ്ഞിയോ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളൊരു പരിപാടിക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെ മനസ്സിലുള്ള സന്തോഷം എത്രത്തോളമായിരിക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നില്ല അല്ലേ, ഒരു സെലിബ്രിറ്റിനെ കാണണം, അവരോടൊപ്പം ഫോട്ടോ എടുക്കണം, അവരോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല അല്ലേ? ഹലാലായ സെലിബ്രിറ്റികൾ അല്ലേ? എനിക്ക് ഉറപ്പാണ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ആദരവായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഭയങ്കര ആദരവായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന നമ്മളെ ഫാമിലിയിലുള്ളവരോടൊക്കെ പറയും, നമ്മളെ വിളിച്ചിട്ടുണ്ട്, നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളെ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, എല്ലാവരോടും നമ്മൾ പറയും. ഉറപ്പുള്ള കാര്യമല്ല അല്ലേ? ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പറയാണ്, മുഫ്തി മെഹക്ക് വിളിച്ചിട്ട് പറയാണ്, സഹോദരി അല്ലെങ്കിൽ സഹോദര വരൂ, നിങ്ങൾ എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കൂ. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അത്രക്കും ദീനീപരമായിട്ട് ഭയങ്കര കഴിവുള്ള ഭയങ്കര പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണ് അല്ലേ മുഫ്തി മെഹക്കൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അവരോടുകൂടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും അത് അയച്ചു കൊടുക്കും. ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? നല്ല നല്ല ദീനീപരമായിട്ടുള്ള കാണാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെ സ്വഭാവം. കാരണം അത്രത്തോളം അള്ളാഹുവുമായി അടുത്ത് അത്രയും ഖുർആൻ റെസിറ്റേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിത്വമാണ് മുഫ്തി മെഹക്ക് എന്ന് പറയുന്നത്. പടച്ച തമ്പുരാൻ അവർക്ക് ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യത്തിന് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ആ മുഫ്തി മെഹക്ക് എന്ന് പറയുന്ന വളരെ പ്രത്യേകതയുള്ള ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം സംസാരിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്ത് നമുക്ക് വലിയ പ്രൗഡായിരിക്കും അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ആടിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആടിമയെ നീയും സ്നേഹിക്കണം എന്ന്. അപ്പോൾ എന്താണ് അവസ്ഥ? നമ്മൾ എവിടെ എത്തിപ്പോയി മക്കളെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു തആല നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യും? അല്ലാഹു തആലയുടെ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു തആല പറയുന്നത് കേൾക്കാതിരിക്കാൻ കഴിയില്ല, അനുസരണക്കേട് കാണിക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യും? നമ്മളെ സ്നേഹിക്കും. തൗഫീഖിനെ നൽകുമാറാകട്ടെ പടച്ച തമ്പുരാൻ. ആമീൻ. നമ്മളെ സ്നേഹിക്കും ജിബ്രീൽ അലൈഹിസ്സലാം. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. ഈ ഒരു കാര്യം ഒരു സ്വഹാബത്തിന് സംഭവിച്ചിട്ടുണ്ട്. അത് ഹദീസ് പ്രകാരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സ്വഹാബത്തിന് സംഭവിച്ചൊരു കാര്യം സ്വഹീഹ് ബുഖാരി, മുസ്ലിം, അനസ് ഇബ്നു മാലിക് എന്നിവർ ഹദീസ്
ചെയ്യപ്പെട്ട റിപ്പോർട്ടിൽ ഇപ്രകാരം പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് ശേഷം ആ സ്വഹാബിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. പറയാൻ പോകുന്ന ഒരു സ്വഹാബിയെക്കുറിച്ചാണ്. ആ സ്വഹാബിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിനോട് പറയാണ്, ഉബൈ ഇബ്നു ഖാബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ ഉബൈ. എന്താണ് പറയുന്നത്? യാ ഉബൈ എന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് സൂറത്ത് അൽ ബയ്യന 98 ഓതി കേൾപ്പിക്കുകയാണ്. അവർക്ക് ആ സ്വഹാബിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പേര് വിളിച്ചിട്ട് അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുകയാണ്, അൽ ബയ്യന സൂറത്ത് ഓതി കൊടുക്കുകയാണ്. ഇന്ന് സ്വഹാബിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആ സ്വഹാബി ഒരു സാധാരണ സ്വഹാബിയാണ്, സാധാരണ മനുഷ്യനാണ്. അപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അദ്ദേഹത്തിന് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ആ സ്വഹാബി എന്ന് പറയുന്നത് ഒന്നുമായിരുന്നില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രം, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം എന്തായ സ്വഹാബിയായിരുന്നു അത്? അള്ളാഹു താലയുടെ കാരുണ്യം കൊണ്ട് മാത്രം ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബിയായിരുന്നു. അള്ളാഹു താലയുടെ കാരുണ്യം കൊണ്ട് മാത്രം ഹാഫിളായ സ്വഹാബിയായിരുന്നു അദ്ദേഹം. അള്ളാഹു താലയുടെ കാരുണ്യം കൊണ്ട് മാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹൃത്തായ സ്വഹാബിയായിരുന്നു അദ്ദേഹം. എന്നിട്ടും എന്ത് ഭാഗ്യം കിട്ടി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് ഖുർആൻ ഓതി കൊടുത്തു. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല, കാരുണ്യവാനായ അള്ളാഹു തആല എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ്? ആ സ്വഹാബി അടുത്ത് ചെന്ന് ഈ സൂറത്തൊന്ന് ഓതി കൊടുക്കാൻ. ഈ സ്വഹാബിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് റബ്ബേ, എനിക്ക് വന്നിട്ട് ഓതി തരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, അള്ളാഹു ശരിക്കും ഇങ്ങനെ പറഞ്ഞോ? അള്ളാഹു താല എനിക്ക് ഓതി തരാൻ വേണ്ടി പറഞ്ഞോ, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഓതി കൊടുക്കാൻ പറഞ്ഞ്? ആ സ്വഹാബിക്ക് വിശ്വസിക്കാൻ പറ്റാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹു താല എൻ്റെ പേര് വിശേഷിപ്പിച്ചോ എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതെ, അള്ളാഹു താല പറഞ്ഞെന്താണ്? നീ ഉബൈ ഇബ്നു ഖാബിന് ഓതിക്കൊടുക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് ആ സ്വഹാബിക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. വീണ്ടും ചോദിച്ച്, അള്ളാഹു താല നിങ്ങളുടെ പേര് വിശേഷിപ്പിച്ചുകൊണ്ട് ഓതിത്തരാനാണ് പറഞ്ഞത്. അത് കേട്ടതിന് ശേഷം ആ സ്വഹാബിക്ക് മിണ്ടാൻ കഴിയുന്നില്ല, കണ്ണീരിങ്ങനെ ഒലിക്കുകയാണ്. എന്താണ് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സുന്നത്ത് അൽ തിർമിദിയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ കഴിയുന്നില്ല. താങ്കൾ അള്ളാഹു താല ഇത് ഏൽപ്പിച്ചോ, എനിക്ക് ഓതി തരാൻ വേണ്ടി ഏൽപ്പിച്ചോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതെ, ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ അതിനുശേഷം എന്താക്കാൻ പറ്റില്ല, ആ സ്വഹാബിക്ക് മിണ്ടാൻ പറ്റില്ല, കണ്ണീർ വാർത്തുകൊണ്ട് കരയുകയായിരുന്നു. അള്ളാഹു താലക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം, മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, അള്ളാഹു താല നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളെ നരകത്തെ കൊണ്ട് തൊടിയിക്കാൻ അള്ളാഹു താല സമ്മതിക്കൂല. മക്കളെ, അള്ളാഹു താല നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നരകം നമുക്ക് ഹറാമാക്കും. അള്ളാഹു തൗഫീഖിനെ നൽകുമാറാകട്ടെ. ആമീൻ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു താല നരകത്തെ നമ്മളെ സ്പർശിക്കാൻ സമ്മതിക്കൂല. അള്ളാഹു താല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മളെ എത്തിക്കുമാറാകട്ടെ. ആമീൻ. അൽ മുസ്തദറക് അൽ ഹാക്കിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വല്ലാഹി സത്യം, അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരിക്കലും അവൻ ഇഷ്ടപ്പെടുന്നവരെ നരകത്തിൽ എറിയുകയില്ല എന്ന്. എന്താണ്? അള്ളാഹു താല നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നരകത്തിലേക്ക് എറിയൂല. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവനൊരിക്കലും നിങ്ങളെ എന്താക്കൂല, നരകം നമ്മളെ തൊടൂല. അപ്പോൾ എന്താ ചെയ്യുക? ക്ഷമയോടെ കാത്തിരിക്കുക. അള്ളാഹു താല നമ്മളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനും അള്ളാഹു താല നമുക്ക് തൗഫീഖിനെ നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.